നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ ഇൻഹെറിറ്റേഴ്സ് ഓഫ് എർത്ത് എന്നുള്ള വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറിയാണ്. മലയാളത്തിൽ ഭൂമിയുടെ അവകാശികൾ എന്ന പേരിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റോറിയാണിത്. ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് നമ്മൾ പഠിക്കുന്നത്. കുറേ അധികം കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റോറിയുടെ ക്ലാസ് വേണം എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ബാക്കി 3 ക്ലാസ്സസും നിങ്ങൾ കണ്ടു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് കുട്ടികൾ നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പം എല്ലാവർക്കും താങ്ക് യു. ഇനിയും കാണാത്തവരുണ്ട് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ പറയുക കേട്ടോ. കാണാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ദ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദ എർത്ത്. ഇത് ഭൂമിയുടെ അവകാശികൾ എന്ന പേരിൽ മലയാളത്തിൽ പബ്ലിഷ് ചെയ്തൊരു കഥയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ എന്നുള്ള റൈറ്ററിൻ്റെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ വളരെ സിമ്പിൾ ലാംഗ്വേജിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ താൻ പുതിയതായിട്ട് വാങ്ങിച്ച വീട്ടിൽ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം ഈ ഒരു രസകരമായ കഥയിലൂടെ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. ദ ഇൻഹെറിറ്റേഴ്സ് ഓഫ് എർത്ത്, വൈക്കം മുഹമ്മദ് ബഷീർ. When the sole ownership of a small plot of land, 2 acres of coconut orchard was established, I thought that my future was safe. So writer ഒരു സ്മോൾ പ്ലോട്ട് ഓഫ് ലാൻഡ് വാങ്ങിച്ചു, 2 ഏക്കർ കോക്കനട്ട് ഓർച്ചാർഡ്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ ഇതിലൂടെ സേഫ് ആയെന്ന്. ദ ഓൾഡ് ഹൗസ് ക്യാൻ ബി റിപ്പയർഡ്, ദ ഫാമിലി എക്സ്പെൻസസ് ക്യാൻ ബി മെറ്റ് ബൈ സെല്ലിങ് കോക്കനട്ട്സ്. അപ്പം ഈ പഴയ ഒരു വീടുണ്ടായിരുന്നു ആ വസ്തുവിൽ. അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് ആ വീട് റിപ്പയർ ചെയ്ത് അത് അവിടെ താമസിക്കാം, അതുപോലെ ഫാമിലി എക്സ്പെൻസസ് കോക്കനട്ട് വിറ്റിട്ട് നേടാമെന്ന് അദ്ദേഹം, അല്ലെങ്കിൽ ഫാമിലി എക്സ്പെൻസസ് ചിലവുകൾ, വീട്ടു ചിലവുകൾ കോക്കനട്ട് വിറ്റ കാശ് കൊണ്ട് ചെയ്യാമെന്ന് അദ്ദേഹം വിചാരിക്കുന്നു. വുഡ് സപ്ലൈ ഇനഫ് ഫ്യുവൽ ആൻഡ് ഓൾഡ് വെൽ ഫുൾ ഓഫ് ഗുഡ് വാട്ടർ. അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നു വുഡ്സ് ഉണ്ട്, അതായത് ഒരു തെങ്ങിൻ തോപ്പാണല്ലോ, അപ്പോൾ എന്തായാലും വിറകുണ്ടാവും, അത് ഫ്യൂവലായിട്ട് അത് ഉപയോഗിക്കാം, അതുപോലെ നല്ല വെള്ളമുണ്ട്, അതും ഉപയോഗിക്കാമല്ലോ എന്ന് അദ്ദേഹം വിചാരിക്കും. വിൽ ലൈഫ് ബി എവർ ഫിയർ ഫ്രീ? A huge amount of money has been spent on stamp paper duty and registration expenses of land purchase. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, നമ്മുടെ ജീവിതം ഒരിക്കലും ഭയമില്ലാത്തതായിട്ട് അങ്ങനെ ഒരു ജീവിതം നമുക്കുണ്ടോ? അദ്ദേഹം കുറേ ക്യാഷ് സ്റ്റാമ്പ് പേപ്പർ ഡ്യൂട്ടിക്കായിട്ട് ചിലവഴിച്ചു, രജിസ്ട്രേഷൻ എക്സ്പെൻസിനായിട്ട് ചിലവഴിച്ചു. സാധാരണ അങ്ങനെയാണല്ലോ അല്ലേ, ഒരു വസ്തു വാങ്ങുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി അതുപോലെ രജിസ്ട്രേഷൻ എക്സ്പെൻസസിനൊക്കെ കുറേ ക്യാഷ് ചിലവാക്കേണ്ടി വരും. അങ്ങനെയൊക്കെ അദ്ദേഹം ചിലവാക്കി. ഓൾ ദ പേപ്പർ വർക്ക് ഹാസ് ബീൻ കംപ്ലീറ്റഡ്. Nobody in the whole wide world can make any claim on this property. The government given firm assurance. അപ്പോൾ ഇനി ആ ഒരു വസ്തുവിൽ ലോകത്ത് ആർക്കും അവകാശമില്ല. കാരണം ഗവൺമെൻറ് ഇദ്ദേഹത്തിനാണ് ഹോൾ റൈറ്റ് എന്നുള്ള ആ ഒരു പേപ്പർ നൽകിക്കഴിഞ്ഞു, അതായത് ഗവൺമെൻറ് പ്രമാണം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി ആർക്കും ആ വസ്തുവിൽ ഒരവകാശവും ഇല്ല. ആ ഒരു സന്തോഷത്തിൽ അദ്ദേഹം നിൽക്കുകയാണ്. മാംഗോ ആൻഡ് ജാക്ക് ട്രീസ്. അവിടെ എന്തുണ്ടായിരുന്നു? മാവും പ്ലാവും ഒക്കെ ഉണ്ടായിരുന്നു. ഓൾസോ ഗുവ, കാഷ്യൂ, സപ്പോട്ടില്ല ആൻഡ് കസ്റ്റേർഡ് ആപ്പിൾ ട്രീസ്. അവിടെ പേരമരം ഉണ്ടായിരുന്നു. ഗുവ മീൻസ് പേരമരം, അതുപോലെ കാഷ്യൂ മീൻസ് കശുമാവ് ഉണ്ടായിരുന്നു. സപ്പോട്ടില്ല മീൻസ്, സപ്പോട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ചിക്കു ഇല്ലേ, അത് ആ ഒരു പെർട്ടിക്കുലർ ഒരു ട്രീ ആണ് നമ്മൾ സപ്പോട്ടില്ല എന്ന് പറയുന്നത്. അതുപോലെ കസ്റ്റേർഡ് ആപ്പിൾ. ആൻഡ് കസ്റ്റേർഡ് ആപ്പിൾ മീൻസ് അത്തിപ്പഴം ഇല്ലേ, അത്തിപ്പഴത്തിനെ പോലെയുള്ള ഒരു ഗ്രീൻ കളറിലെ ഫ്രൂട്ടിനെയാണ് കസ്റ്റേർഡ് ആപ്പിൾ എന്ന് പറയുന്നത്. മോർ ഓവർ ട്രീസ് ലൈക്ക് തേക്സ് ആൻഡ് പൈൻസ് ടു. തേക്ക് മരങ്ങളുണ്ടായിരുന്നു, പൈൻ മരങ്ങളുണ്ടായിരുന്നു. ദ ഫ്രണ്ട് യാർഡ് ഈസ് ഔട്ട്ലൈൻഡ് ബൈ ഫ്ലവർ പ്ലാന്റ്സ് ലൈക്ക് ചെമ്പക. മുറ്റത്തിൽ, ഫ്രണ്ടിൽ ഉള്ള മുറ്റത്തിൽ ചെമ്പകമരം ഉണ്ടായിരുന്നു. ദ പ്ലോട്ട് ഇസ് ഫുള്ളി ഫെൻസ്ഡ് ബൈ അയൺ. ആ പ്ലോട്ട് ഫുള്ള് ഫെൻസ്ഡ് മീൻസ് വേലി കെട്ടുക, അയൺ കൊണ്ടുള്ള ഒരു വേലി ഉണ്ടായിരുന്നു, വയർ, വിച്ച് മീൻസ് മുള്ളുവേലി ഉണ്ടായിരുന്നു ആ ഒരു ഫ്രണ്ട് ഗേറ്റിന്, അതായത് ആ വീടിന് ചുറ്റും മുള്ളുവേലി ഉണ്ടായിരുന്നു. ദ ഫ്രണ്ട് ഗേറ്റ് ഇസ് മെയ്ഡ് ഓഫ് സ്ട്രോങ് സ്റ്റീൽ. അതുപോലെ ഫ്രണ്ട് ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ്. 2 sides of the gate are guarded by ബ്ലോസം ബൊഗെയിൻവില്ല. 2 സൈഡിലും, ഗേറ്റിൻ്റെ 2 സൈഡിലും ബൊഗെയിൻവില്ല മരങ്ങളുണ്ടായിരുന്നു. എന്ത് മനോഹരമായ ദൃശ്യമാണ് അല്ലേ. അപ്പോൾ സാധാരണ നമ്മളെ നാട്ടുമ്പുറങ്ങളിലൊക്കെ കാണുന്ന വീടുകൾ 2 സൈഡിലും ബൊഗെയിൻവില്ല ഇങ്ങനെ നിന്നിട്ട് വളരെ മനോഹരമായിട്ട് അതിങ്ങനെ നിൽക്കുകയാണ്. കടലാസ് പൂ എന്ന് പറയില്ലേ, അതാണ് ബൊഗെയിൻവില്ല.
ഫ്രം ദ ഗേറ്റ് ടു ദ ഫ്രണ്ട് ഡോർ ഓൾ ഓവർ ദ കോർട്ട്യാർഡ് ദർ ഇസ് എ ബ്രൈറ്റ് വൈറ്റ് സാൻഡ്. അതുപോലെ വീട്ടിൻ്റെ മുറ്റത്ത് ബ്രൈറ്റ് വൈറ്റ് സാൻഡ് ആയിരുന്നു, നല്ല വെള്ളാരം കല്ലിൻ്റെ ആ ഒരു വെള്ള മണലായിരുന്നു. എ ഫിയറി ഡോഗ് ഗോഡ്സ് ദ ഹൗസ് ആൻഡ് ദ പ്ലോട്ട്. ഡൊമസ്റ്റിക് ഡിപ്പെൻഡൻസ് ഗോഡ്സ് കൗസ് ഫൗൾസ് ആൻഡ് ക്യാറ്റ്സ് ആർ ഹിയർ. അതുപോലെ ഒരു ഡോഗ് ഉണ്ടായിരുന്നു ആ വീട്ടിൽ. അതുപോലെ ഡൊമസ്റ്റിക് ഡിപ്പെൻഡൻസ് മീൻസ് ഡൊമസ്റ്റിക് ആനിമൽ ആയിട്ടുള്ള ഗോട്ടുകളും അതുപോലെ ആട്, പശു, പിന്നെ അതുപോലെ ഫൗൾസ് എന്ന് പറയുമ്പോൾ കോഴി, അങ്ങനെയുള്ള കുറച്ച് കോഴി, താറാവ് അതുപോലെയുള്ള കുറച്ച് മൃഗങ്ങളുണ്ടായിരുന്നു. ആൻഡ് ക്യാറ്റ് ഉണ്ടായിരുന്നു. ഐ ഹാവ് എ വൈഫ് ആൻഡ് ചിൽഡ്രൻ ഓൾ ഡിപ്പെൻഡ് അപ്പോൺ കോക്കനട്ട് ഫോർ ലിവിങ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളും അവരെല്ലാവരും അവരുടെ ജീവിതത്തിൽ ആശ്രയിച്ചിരുന്ന എന്തിനെയാണ്? കോക്കനട്ടിനെയാണ്. കോക്കനട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു തെങ്ങിൻ തോപ്പിൽ നിന്ന് കിട്ടുന്ന ആ തേങ്ങ വിറ്റിട്ടുള്ള ആ വരുമാനത്തെയാണ് അവർ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. കോക്കനട്ട് പ്ലാന്റ്സ് ആർ വാട്ടർഡ് പങ്ക്ച്വലി ആൻഡ് പ്രോപ്പർലി. ഇപ്പോൾ കോക്കനട്ട് പ്ലാന്റ്സ് പങ്ക്ച്വലി പ്രോപ്പർലി ഒക്കെ വാട്ടർ ചെയ്യുമായിരുന്നു. വാട്ടർ ആൻഡ് ഗുഡ് മാനുവർ മേക്ക് ദം ഗീവ് ഗുഡ് ഈൽഡ്. അതുപോലെ കോക്കനട്ടിന് നല്ല വളമൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഈൽഡും തരുമായിരുന്നു. The sight of luxuriant tender cocoa palm fruits brings brightness to our faces. May the prices increase, let the coconuts ripen, days and nights of hopes and happiness. അപ്പോൾ ശരിക്കും ആ തെങ്ങിൻതോപ്പിൽ നിറയെ തേങ്ങയും കരിക്കും ഒക്കെ നിൽപ്പുണ്ടായിരുന്നു. ശരിക്കും ആ ഒരു ക്യാഷ് കൂടിക്കഴിഞ്ഞാലും അവർക്ക് ആ കോക്കനട്ടിൽ നിന്നുള്ള വരുമാനം കൊണ്ട് അതൊക്കെ അവരുടെ ചിലവുകളൊക്കെ വഹിക്കാൻ പറ്റുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. രാവും പകലും അവരങ്ങനെ പ്രതീക്ഷയോടും സന്തോഷത്തോടും കൂടി ആ തെങ്ങിൻ തോപ്പിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെ പ്രതീക്ഷിച്ച് ജീവിച്ചു. Yet, am I the only claimant of this small piece of global soil? Are there other claimants who do not respect the government and well-stamped title deeds? How do they assert their claims upon this 2-acre plot? So, അപ്പോൾ claimant means അവകാശി. അപ്പോൾ അദ്ദേഹമാണ് ഈ ഒരു പീസ് ഓഫ് ഗ്ലോബൽ സോയിൽ, അതായത് അദ്ദേഹം താമസിക്കുന്ന ആ ഒരു 2 ഏക്കർ വസ്തുവിൻ്റെ അവകാശി അദ്ദേഹം മാത്രമാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, വേറെ ഏതെങ്കിലും അവകാശികളുണ്ടോ? അതായത് ഗവൺമെൻറ്റിനെ റെസ്പെക്റ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ ആധാരത്തിൽ അല്ലെങ്കിൽ പ്രമാണത്തിൽ എന്താണ് എന്ന് നോക്കാതെ ഇങ്ങനൊരു ഡീഡുണ്ട്, അത് ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഒരു വസ്തു, അങ്ങനെയൊന്നും ചിന്തിക്കാണ്ട് ഇരിക്കുന്ന വേറെ ഏതെങ്കിലും അവകാശികൾ ഈ ഭൂമിയിലുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ 2 ഏക്കർ ലാൻഡ് അവർ എങ്ങനെയാണ് ക്ലെയിം ചെയ്യുക? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഇങ്ങനെ ചോദിക്കുകയാണ്. ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈസ് ആർ ദ ഫസ്റ്റ് ടു എൻ്റർ. അപ്പോൾ അങ്ങനെ ചില അവകാശികൾ ഈ ഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ 2 ഏക്കർ ലാൻഡിനുണ്ട്. ആദ്യമായിട്ട് അങ്ങനത്തെ 2 അവകാശികൾ കടന്നു വന്നു. അത് ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈസ്, അതായത് ഒരുപാട് ബേർഡ്സും ഫ്ലൈസും വന്നു. ബേർഡ്സ് chirped from the branches of trees and plants. Butterflies of various colors brightened the courtyard. അപ്പം ബേർഡ്സ് വന്നു, മരക്കൊമ്പിലിരുന്ന് അവർ പാട്ട് പാടാൻ തുടങ്ങി. അതുപോലെ ബട്ടർഫ്ലൈസ് വന്നു, അവരുടെ സൗന്ദര്യം കൊണ്ട് ആ ഒരു കോർട്ട്യാർഡ് വളരെ ഭംഗിയുള്ളതായിട്ട് മാറി. They had inherited this universe centuries before mankind. അപ്പോൾ അവർ ശരിക്കും ഈ ഭൂമിയുടെ അവകാശികളാണ്. കാരണം വർഷങ്ങൾക്ക് മനുഷ്യനുണ്ടാകുന്നതിന് മുൻപേ അവരുണ്ടായതാണ്. അതുകൊണ്ട് അവരും ഈ ഭൂമിയുടെ അവകാശികളാണെന്ന് അദ്ദേഹം പറയാണ്. എനിവേ ഐ ഡു നോട്ട് ട്രൈ ടു ഡ്രൈവ് ദം എവേ. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ പുറത്താക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ബട്ട് ദ ക്രോസ്, പക്ഷേ പിന്നീട് വന്ന ആരാണ്? കാക്കകളാണ്. ദേ ഡു സ്റ്റീൽ ഫുഡ് ഫ്രം ദ കിച്ചൺ. അവർ കിച്ചണിൽ നിന്ന് ഫുഡ് മോഷ്ടിക്കുവാൻ തുടങ്ങി. ദേ ഹാവ് ബിൽറ്റ് നെസ്റ്റ് ഓൺ 2 കോക്കനട്ട് പാംസ്. അതുപോലെ അവർ തെങ്ങിൽ കൂടുണ്ടാക്കാൻ തുടങ്ങി. ലേഡ് എഗ്സ് ടു, അങ്ങനെ കൂടുണ്ടാക്കി അതിൽ മുട്ടയിട്ടു. ക്രൈസ് ഓഫ് ക്രോസ് ആർ അൺബിയറബിൾ. Crows lift chicks. Kites also come to pick chicks. Mongooses are in plenty, hiding in the bamboo woods for gulping down the poultry. Jackals dwell in the woods adjacent to the bamboo to catch the fowls. അപ്പോൾ ആദ്യം ബേർഡ്സും ബട്ടർഫ്ലൈസും വന്നു, പിന്നെ ക്രോസ് വന്നു. ക്രോസ് മുട്ടയിട്ടു. അപ്പോൾ ഈ ക്രോസ് എന്ത് ചെയ്തു? കുഞ്ഞുങ്ങളെ, അതായത് ചിക്സിനെ, കോഴിക്കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോയി. അത് കഴിഞ്ഞ് പരുന്ത് വന്നു. പരുന്തും ഇതുപോലെ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് മംഗൂസ്, കീരി വന്നു. കീരി എന്താ ചെയ്യാൻ തുടങ്ങി? ബാമ്പു മുളയുടെ ഇടയിൽ ഒളിച്ചിരുന്നിട്ട് അവരും ഇതുപോലെ വന്ന് കോഴിയെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞ് ചെന്നായ വന്നു. കുറുക്കന്മാരില്ലേ, അവർ വന്നു. അവരും ഇതുപോലെ ഒളിച്ചിരുന്നിട്ട്
ഫൗൾസിനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് തുടങ്ങി. അപ്പാർട്ട് ഫ്രം ദീസ് വിങ്ഡ് ആൻഡ് പോളിലെഗ്ഡ് ക്ലെയിമൻസ് ഓഫ് മൈ 2-acre പ്ലോട്ട് എ ടെറിബിൾ ക്രീച്ചർ സഡൻലി അപ്പിയർ. ഇറ്റ് ഹാസ് നോ ലെഗ്സ്, നോ വിങ്സ്. ഇറ്റ് ഈസ് noon and there is good sunlight. The dog barks and house fowls bawl. Oh, what carelessness! I step right in front of a horrible cobra. സോ ഇതിനെ ഒന്നും കൂടാണ്ട് മറ്റൊരു അവകാശി കൂടി ഈ 2 ഏക്കർ ലാൻഡിലേക്ക് വന്നു. അതാരായിരുന്നു? ഒരു ടെറിബിൾ ക്രീച്ചറായിരുന്നു. അതായത് ആരെയും പേടിപ്പിക്കുന്ന ഒരു ക്രീച്ചറായിരുന്നു. അതിന് കാലോ ചിറകോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഉച്ച നേരത്ത്, നല്ല സൺലൈറ്റുള്ളൊരു നേരത്ത് പട്ടികൾ ഭയങ്കരമായിട്ട് കിടന്ന് കുരയ്ക്കുകയാണ്. അതുപോലെ വീട്ടിലെ ഫൗൾസ്, ഈ കോഴികളൊക്കെ ഭയങ്കരമായിട്ട് കിടന്ന് ഒച്ചയുണ്ടാക്കുന്നു. അപ്പോഴാണ് ഇദ്ദേഹം നോക്കുന്നത്. ഇദ്ദേഹം ആരെ കണ്ടു? ഒരു ഹൊറിബിൾ കോബ്രയെ കണ്ടു, ഒരു മൂർഖൻ പാമ്പിനെ ഇദ്ദേഹം കണ്ടു. വിത്ത് ഡിഗ്നിറ്റി, ഭയങ്കര അവകാശത്തോടു കൂടി, ഭയങ്കര ഗാംഭീര്യത്തോടു കൂടി ഇങ്ങനെ ഒരു കോബ്ര അവിടെ നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. വിത്ത് ഡിഗ്നിറ്റി ദ കോബ്ര റേസസ് ഹിസ് ഹെഡ് സ്പ്രെഡിങ് ഹിസ് ഹൂഡ്. ഭയങ്കര ഗാംഭീര്യത്തോടെ ഈ കോബ്ര തൻ്റെ തല ഉയർത്തി അതിൻ്റെ ഹൂഡ്, അതിൻ്റെ പത്തി ഇങ്ങനെ വിടർത്തി. വാട്ട് ക്യാൻ ഐ ഡു? സ്നേക്സ് ക്രിയേഷൻ വാസ് നോട്ട് ഡിഫറെൻറ്റ് ഫ്രം മാൻസ്. സ്നേക്ക് ഈസ് വൺ ഓഫ് ദി ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദിസ് എർത്ത്. അപ്പോൾ അദ്ദേഹം പറയണം, അത് എന്ത് ചെയ്യാൻ പറ്റും? സ്നേക്കിൻ്റെ ക്രിയേഷൻ മനുഷ്യൻ്റെ ക്രിയേഷനിൽ നിന്ന് വ്യത്യസ്തമല്ല. ബിക്കോസ് മനുഷ്യനെ ക്രിയേറ്റ് ചെയ്ത ആരാണോ അവർ തന്നെയാണ് സ്നേക്കിനെയും ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ അതും ഈ ഭൂമിയുടെ അവകാശിയാണ്, ഇൻഹെറിറ്ററാണ്. This worldly life demands co-living, but cohabitation with a snake is impossible. Poison. A poisonous bite kills. Hello snake, go away from this plot of land. സ്നേക്കും ഈ ഒരു ഭൂമിയുടെ അവകാശം തന്നെയാണ്. അപ്പോൾ കോ ലിവിങ് ആണ് ആവശ്യം, അതായത് എല്ലാവരുമായിട്ടും സഹകരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ആവശ്യം. പക്ഷേ ഒരു സ്നേക്കുമായിട്ട് സഹകരിക്കാൻ പറ്റുമോ? കാരണം ഒരു പോയിസണസ് ബൈറ്റ്, ഒരു വിഷമുള്ള പല്ലുകൾ വെച്ചിട്ടുള്ളൊരു ബൈറ്റ് മതി ഒരു സാധാരണക്കാരനായ മനുഷ്യൻ മരിച്ചു വീഴാൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു ജീവിയുമായിട്ട് നമ്മൾ എങ്ങനെയാണ് സൗഹൃദത്തിൽ? ഹലോ സ്നേക്ക്, ഗോ അവേ ഫ്രം ദിസ് പ്ലോട്ട് ഓഫ് ലാൻഡ്. യു ഹാവ് നോ റൈറ്റ് ഹിയർ. വേർ ഷാൾ ദ സ്നേക്ക് ഗോ? അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? സ്നേക്കിനോട് അദ്ദേഹം പറയാണ്, ഇവിടെ നിന്ന് പോകുവാനായിട്ട് പറയുന്നു. പാമ്പേ, നീ ഇവിടെ നിന്ന് പോകൂ എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, പാമ്പ് എവിടെ പോകാനാണ്? കാരണം അതും ഈ ഭൂമിയുടെ അവകാശിയല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. Neighboring plots have their own owners. They will harm the snake. The entire globe, piece by piece, has been possessed by humans. Let the snake live wherever it can. I don't mind, but it's deadly poisonous. Be alert. Walk carefully. Keep a torch if it is dark. അപ്പോൾ അദ്ദേഹം പറയാണ്, അടുത്തുമൊക്കെ ഭൂമിയുണ്ട്, അവരെല്ലാവരും ഓരോ അവകാശികൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സ്നേക്കിനെ എങ്ങോട്ട് പോകാനാണ്? കാരണം സ്നേക്കിന് ഭൂമി മുഴുവൻ സ്നേക്കിന് അവകാശമുള്ളതാണ്. അപ്പം അദ്ദേഹം പറയുന്നത് എന്താണ്? ഈ സ്നേക്കിനെ ഇവിടുന്ന് ഓടിക്കാൻ പറ്റില്ല. ഇവിടുന്ന് ഓടിച്ച് അടുത്ത പ്രോപ്പർട്ടിയിലോട്ട് ചെല്ലുമ്പോൾ അതിൻ്റെ ഓണർ ഡെഫിനറ്റ്ലി ഈ ഒരു സ്നേക്കിനെ കൊന്നുകളയും. അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങോട്ട് ഓടിച്ചു വിടാൻ തോന്നുന്നില്ല എന്ന് അദ്ദേഹം പറയാണ്. അപ്പോൾ അതിനെ ഓടിച്ചു വിടാൻ പറ്റുന്നില്ല. പകരം ഇദ്ദേഹം എന്ത് ചെയ്യാണ്? ഇദ്ദേഹം ഒരു പ്രിക്കോഷൻ എടുക്കുകയാണ്. രാത്രിയൊക്കെ പുറത്തിറങ്ങുമ്പോൾ ടോർച്ചുമായിട്ട് പുറത്തിറങ്ങാം, അല്ലാതെ എന്ത് ചെയ്യുമെന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. സയൻസിലൂടെയൊക്കെ തന്നെ റൈറ്ററിൻ്റെ പ്രകൃതിയോടുള്ള, സഹജീവികളോടുള്ള സ്നേഹവും അതേപോലെ നർമ്മവുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ എഴുത്തിലൊക്കെ ഒരു നർമ്മമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ സഹജീവികളോടുള്ള സ്നേഹവും ഇതിലൂടെ നമുക്ക് ഫീൽ ചെയ്യുന്നു. എ ബിറ്റ് ലേറ്റർ ദ സ്നേക്ക് വിഡ്രോസ് ഹിറ്റ്സ് ഹൂഡ് ആൻഡ് retreats. The dog pursues barking. Through a hole in the fence, the snake disappears. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പത്തി താഴ്ത്തിയിട്ടിട്ട് ആ സ്നേക്ക് ഇഴഞ്ഞു പോയി. പുറകെ നമ്മുടെ ഡോഗും പോയി. ആ സ്നേക്ക് ഒരു ഹോളിൽ ചെന്നു, ആ വേലിക്കരിയുള്ള ഹോളിൽ ചെന്നു, അതിനുള്ളിലേക്ക് കയറിപ്പോയി. Coming from the smoky kitchen with the reddened eyes, my wife asks, the dog barked and the birds let out frantic chirps. Was there any snake? അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു, ഈ സംഭവം എല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്നു. അടുക്കളയിൽ നിറയെ വിറകടുപ്പല്ലേ, അതുകൊണ്ട് തന്നെ സ്മോക്കി കിച്ചണാണ്. അതുപോലെ അവരുടെ കണ്ണെന്ന് പറയുന്നത് ആ കിച്ചണിൽ നിന്ന് പുകയടിച്ച് അവരുടെ കണ്ണ് വല്ലാതെ ചുമന്ന് കിടക്കുകയാണ്. വൈഫ് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, പട്ടി ഇങ്ങനെ ഭയങ്കരമായിട്ട് കുരയ്ക്കുന്നുണ്ടായിരുന്നല്ലോ, എന്തെങ്കിലും സ്നേക്കോ മറ്റോ വന്നോ എന്ന് അവർ ചോദിക്കുന്നു. കോമ്രേഡ് കോബ്ര. അപ്പം എന്താണ് നമ്മുടെ റൈറ്റർ പറയുന്നത്? അതെ, വന്നിരുന്നു. ആരാണ്? കോമ്രേഡ് കോബ്രയാണ് വന്നത്. അതായത് സഖാവ്, സുഹൃത്ത് എന്നൊക്കെ പറയില്ലേ, നമ്മുടെ കോബ്ര സുഹൃത്താണ് വന്നത് എന്ന് പറയുന്നു. Beat it to death. Nothing doing. It is one of the God's creation. Let it live. It is also an heir on to this globe. അപ്പോൾ നമ്മുടെ റൈറ്റർ പറയുന്നത് എന്താണ്? അപ്പോൾ വൈഫ് പറയാണ്, ബീറ്റ് ഇറ്റ് ടു ഡെത്ത്. നിങ്ങൾക്ക് അതിനെ അടിച്ച് കൊല്ലായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ
നമ്മുടെ റൈറ്റർ പറയാണ് നോ, കാരണം അതും ദൈവത്തിൻ്റെ ക്രിയേഷനാണ്. അതുപോലെ അതിനെയും ജീവിക്കാൻ സമ്മതിക്കുക, അതിനും ഈ ഭൂമിയിൽ ഒരു അവകാശമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. Devil or deity, mind our children. They run about and play here. If the snake comes to our plot, it should be beaten to death. ഡെവിൾ ആയാലും ഡെയ്റ്റി ആയാലും, അതായത് പിശാചായാലും ദേവതയായാലും നമ്മുടെ കുട്ടികൾ ഇറങ്ങി നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം ആ പാമ്പിനെ അടിച്ച് കൊന്നില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ ആപത്തിലേക്ക് എത്തിച്ചേരും എന്ന് വൈഫ് പറയുന്നു. ഇറ്റ് ഈസ് ഈസി ടു ഡിസ്ട്രോയ് എ ലൈഫ് ബട്ട് ഇമ്പോസിബിൾ ടു റീക്രിയേറ്റ്. അപ്പം നമ്മുടെ റൈറ്റർ പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഈസി ടു ഡിസ്ട്രോയ് എ ലൈഫ്. ഒരു ജീവൻ നശിപ്പിക്കാൻ വളരെ ഈസിയാണ്, പക്ഷെ എന്നെ റീക്രിയേറ്റ് ചെയ്യാൻ, അതിന് വീണ്ടും ജീവൻ കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ആസ്ക് ദ ആൾമൈറ്റി വൈ ഹി ഹാഡ് ക്രിയേറ്റഡ് ദ പോയ്സണസ് ക്രീച്ചേഴ്സ്. അപ്പോൾ തിരിച്ച് പറയുന്നത് എന്താണ്? ആൾമൈറ്റിയോട് ചോദിക്കൂ, ദൈവത്തിനോട് ചോദിക്കൂ, എന്തിനാണ് ഇങ്ങനത്തെ പോയ്സണസ് ആയിട്ടുള്ള സൃഷ്ടിച്ചതെന്ന് ചോദിക്കൂ എന്ന് അവരെ ദേഷിച്ച് പറയുന്നു. There are billions of creatures like elephants, tigers, lions, boars, bears, bison, hippos, crocodiles, camels, horses and chimpanzees. അപ്പോൾ ഈ ഭൂമിയിൽ ഒരുപാട് ക്രീച്ചേഴ്സ് ഉണ്ട് അല്ലേ? എലിഫൻസ് ഉണ്ട്, ടൈഗേഴ്സ് ഉണ്ട്, ലയൺസ് ഉണ്ട്, ബോർസ് ഉണ്ട്, ബൈസൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിനെയൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ പർപ്പസ് എന്താണെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പരസ്പരം സ്നേഹത്തോടെ ഒന്നിനെയും കൊല്ലാതെ മുന്നോട്ട് പോവുകയാണ് വേണ്ടതെന്ന് റൈറ്റർ പറയുന്നു. She remarks, I don't know whether with regret or ridicule. അപ്പം വെറുപ്പോടുകൂടിയാണോ അതോ പരിഹാസത്തോടു കൂടിയാണോ എന്നറിയില്ല. വൈഫ് പറയാണ്, what a new idea. Spiders, lizards, chameleons and scorpions are everywhere inside this house. അപ്പം പല്ലികളായിക്കോട്ടെ, ഓന്തുകളായിക്കോട്ടെ, തേളുകളായിക്കോട്ടെ, അതൊക്കെ ഈ വീട്ടിൽ മുഴുവനുണ്ട്. ടെർമൈറ്റ്സ് ഈറ്റ് അവേ ദ ഫെൻസസ്, ബുക്സ് ആൻഡ് ക്ലോസ് ആർ ഈറ്റൻ ബൈ ദം. ചിതലുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ വേലിയൊക്കെ നശിപ്പിക്കുന്നു. അതുപോലെ ബുക്സും ക്ലോസും എല്ലാം അത് തിന്ന് നശിപ്പിക്കുകയാണ്. റാറ്റ്സ് ട്രബിൾ അസ് ഇൻ ദെയർ ഓൺ വേ. അതുപോലെ തന്നെ എലികൾ അവരുടേതായ വഴിയിൽ നമ്മളെ ട്രബിൾ ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് വയർ ടു ദ റേഡിയോ സ്നാപ്ഡ് ബൈ ദ റാറ്റ്സ്. റേഡിയോയുടെ ഇലക്ട്രിക് വയർ റാറ്റുകൾ കടിച്ച് മുറിച്ച് കളഞ്ഞു. ക്രിക്കറ്റ്സ് ആൻഡ് ആൻഡ്സ് ഫിൽ ദിസ് ഹൗസ്. ക്രിക്കറ്റ്സും ആൻഡ്സും അതായത് ചീവീടുകളും ഉറുമ്പുകളും ഒക്കെ ഈ വീട് നിറയെ ഉണ്ട്. ദിസ് ഇസ് ദ പ്രോപ്പർ ടൈം ടു വർഷിപ്പ് ആനിമൽസ്. അപ്പോൾ ഇത് തന്നെയാണ് ആനിമൽസിനെ വർഷിപ്പ് ചെയ്യാനുള്ള കറക്റ്റായിട്ടുള്ള സമയം അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള സാഹചര്യം എന്ന് വൈഫ് പറയുന്നു. നോ, ഐ ഡു നോട്ട് വർഷിപ്പ് ആനിമൽസ്. അപ്പോൾ പെട്ടെന്ന് ഇദ്ദേഹം പറയുന്നത് എന്താണ്? ഞാൻ അങ്ങനെ മൃഗങ്ങളെ ഒന്നും ആരാധിക്കുന്ന കൂട്ടത്തിലല്ല. എ സെക്ഷൻ ഓഫ് ഹ്യൂമൻസ് വർഷിപ്പ് സർപ്പൻസ്, സ്നേക്സ് ആർ ഡെയിഫൈഡ് ആൻഡ് അഡോർഡ്. Mouse is the vehicle of yet another god. Certain human beings adore certain other animals. അപ്പോൾ അദ്ദേഹം പറയണം, ഞാനിങ്ങനെ മൃഗങ്ങളെ ഒന്നും വർഷിപ്പ് ചെയ്യുന്ന കൂടുതലല്ല, പക്ഷേ നമ്മളിൽ ഒരു കൂട്ടർ മൃഗങ്ങളെയൊക്കെ വർഷിപ്പ് ചെയ്യാറുണ്ട്. സർപ്പൻസിനെ വർഷിപ്പ് ചെയ്യാറുണ്ട്, സ്നേക്സിനെ ഡെയ്ഫൈഡ് ചെയ്യാറുണ്ട്, അഡോർ ചെയ്യാറുണ്ട്, അതായത് സർപ്പത്തെ ആരാധിക്കാറുണ്ട്. അതുപോലെ മൗസിനെ, എലിയെ വാഹനമാക്കുന്ന മറ്റൊരു ദൈവമുണ്ട്. സർട്ടൺ ഹ്യൂമൻ ബീങ്സ് അഡോർ സർട്ടൺ ആനിമൽസ്. ചില ഹ്യൂമൻ ബീങ്സ് ചില ആനിമൽസിനെ വർഷിപ്പ് ചെയ്യുന്നുമുണ്ട്. ദർ ആർ യെറ്റ് സം അതേഴ്സ് ഹു ബിലീവ് ദ എർത്ത് ടു ബി മദർ ഗോഡസ്. മറ്റു ചിലരുണ്ട് ഭൂമിയെ അമ്മയായിട്ട് കണക്കാക്കുന്ന മറ്റു ചിലരുണ്ട്. ദേ വ്യൂ ദ സൺ ആൻഡ് മൂൺ ആസ് ഗോഡ്സ്. അവർ സൂര്യനെയും അതുപോലെ ചന്ദ്രനെയും ഒക്കെ ദൈവമായിട്ട് കണക്കാക്കുന്നുണ്ട്. എർത്ത് ഇസ് ഫ്ലാറ്റ് ടു സം വൺ. ചിലർക്ക് എർത്ത് ഫ്ലാറ്റ് ആണെന്നാണ് പറയുന്നത്. ബിലീവ്സ് ആർ ഡിവേഴ്സ്. അപ്പം നമ്മുടെ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. ദർ ആർ മോണിതീയിസ്റ്റിക്, പോളിതീയിസ്റ്റിക് ബിലീവേഴ്സ്, എത്തീസ്റ്റ് ആർ ഓൾസോ ദെയർ. അതായത് ചിലർ ഏകദൈവത്തെ വിശ്വസിക്കുന്നു. മോണോ തെയിസ്റ്റിക് മീൻസ് ഏകദൈവ വിശ്വാസം. പോളിതെയിസ്റ്റിക് മീൻസ് ഒരുപാട് ദൈവങ്ങളെ വിശ്വസിക്കുന്നവരുണ്ട്. എത്തീസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ദൈവത്തെ വിശ്വസിക്കാത്തവരുണ്ട്. ദർ ആർ ക്വാറൽസ് ഓവർ സച്ച് ബിലീവ്സ്, മേർഡേഴ്സ് മൾട്ടിപ്ലൈ. ഇപ്പോൾ റൈറ്റർ പറയുന്നത് എന്താണ്? ശരിക്കും ഇതിൻ്റെ പേരിൽ ഒരുപാട് വഴക്കുകൾ നടക്കുന്നുണ്ട്, ഒരുപാട് കൊലപാതകങ്ങളും നടക്കുന്നുണ്ട്. മൈ വൈഫ് കംപ്ലൈൻസ്, സ്ക്വിറൽസ് ആൻഡ് ക്രോസ് ടേക്ക് അവേ ദ റൈപ്പ് ജാക്ക് ഫ്രൂട്ട്സ്, ബേർഡ്സ് ആൻഡ് ബാറ്റ്സ് ഈറ്റ് ഫ്രൂട്ട്സ്, ഗുവ, സപ്പോർട്ടില്ല ആൻഡ് ദ കസ്റ്റേർഡ് ആപ്പിൾസ്. അപ്പോൾ വൈഫ് വീണ്ടും കംപ്ലൈൻറ്റ് പറയാണ്. സ്ക്വിറൽസും അതുപോലെ ക്രോസും അണ്ണാനും അതുപോലെ തന്നെ കാക്കകളും എന്ത് ചെയ്യുന്നു? നമ്മുടെ ചക്കപ്പഴങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ബേർഡ്സും ബാറ്റ്സും വവ്വാലുകളും ബേർഡുകളും നമ്മുടെ ഗൂവയും അതുപോലെ സപ്പോർട്ടിലയും പേരയ്ക്കയും സപ്പോർട്ടിലയും ചിക്കുവും കസ്റ്റേർഡ് ആപ്പിളും ഒക്കെ കൊണ്ടുപോകുന്നു. ഇറ്റ് ഈസ് എ റൈറ്റ് തിങ്. ഓൾ അനിമൽസ് ആൻഡ് ബേർഡ്സ് ഹാവ് ക്ലെയിം അപ്പോൺ ദ എർത്ത് പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ നമ്മുടെ റൈറ്റർ പറയാണ്, അത് ശരിയായ കാര്യമല്ലേ? കാരണം ഭൂമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തിനും മൃഗങ്ങൾക്കും പക്ഷികൾക്കും അവകാശമുണ്ട്. ഷീ ആസ്ക്സ്, ഡു യു മൈൻഡ് ഇഫ് ഐ സേ സംതിങ്? അപ്പം വൈഫ് ഇങ്ങനെ ഇദ്ദേഹത്തോട് ചോദിക്കണം, ഞാൻ ഇനി ഒരു കാര്യം പറയുന്നതുകൊണ്ട് താങ്കൾക്ക് വിഷമമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറയാണ്. ഷൂട്ട്,
People like you may better remain bachelors. A man without wife and children can live in caves and meditate in silence. അപ്പം വൈഫ് പറയാണ്, നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് ബാച്ചിലറായിട്ട് വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതായത് വൈഫും കുട്ടികളും ഒന്നുമില്ല ജീവിക്കുന്നത് തന്നെയാണ് നല്ലത്. വല്ല ഗുഹയിൽ ജീവിച്ചിട്ട് മെഡിറ്റേറ്റ് ചെയ്ത് സൈലൻ്റായിട്ട് മെഡിറ്റേറ്റ് ചെയ്തൊക്കെ ജീവിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയുന്നു. I am ready to be in a cave if somebody like you is with me to provide food and drinks. അപ്പം അദ്ദേഹം പറയാണ്, എനിക്ക് സന്തോഷമേ ഉള്ളൂ, കേവിലൊക്കെ ജീവിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷേ നിന്നെപ്പോലെയുള്ള ആരെങ്കിലും എനിക്ക് ഫുഡും ഡ്രിങ്ക്സും ഒക്കെ കൊണ്ടുതരണം. If so, this cave or house is better than any other cave, but snakes, centipedes and lizards should be beaten to death. അപ്പോൾ എന്താണ് വൈഫ് പറയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് കേവ് അവർ ഹോം, അപ്പം ഇത് നമ്മുടെ കേവാണെന്നങ്ങ് വിചാരിച്ചേക്കുക. എന്നിട്ട് മറ്റേത് കേവിനേക്കാളും മറ്റേത് ഗുഹയേക്കാളും നല്ലതാണ് ഈ ഗുഹ എന്ന് നമ്മുടെ വീടിനെ ഗുഹയായിട്ടങ്ങ് സങ്കല്പിക്കുക. എന്നിട്ട് ഈ സ്നേക്കിനെയും ലിസാർഡ്സിനെയൊക്കെ തല്ലിക്കൊല്ലുക എന്ന് അവർ പറയുന്നു. എവറി ഡേ we see deeds of those people who agree with you. അപ്പം അദ്ദേഹം തിരിച്ച് പറയാണ്, ശരിയായി, എല്ലാ ദിവസവും നമ്മൾ നിൻ്റെ അതേ സ്വഭാവം, നിൻ്റെ അതേ വ്യൂ പോയിൻ്റുള്ള ആൾക്കാരുടെ ഡീഡ്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിത്തിൻ എ സ്പാൻ ഓഫ് 5 centuries, അതായത് 5 നൂറ്റാണ്ടുകൾ കഴിയുമ്പോഴേക്കും men will kill and wipe out animals, birds and all living things. മനുഷ്യൻ ആനിമൽസിനെ എല്ലാം കൊല്ലുകയും അതുപോലെ ഈ ആനിമൽസിനെ എല്ലാം ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കുകയും ബേർഡ്സിനെയും എല്ലാം കൊല്ലുകയും ചെയ്യും. അവസാനം ആര് മാത്രമേ കാണുള്ളൂ? ഹ്യൂമൻ ബീങ്സ് മാത്രമേ ഈ ഭൂമിയിൽ കാണുള്ളൂ. ലെറ്റ് ഇറ്റ് ബി സോ. നൗ ടേക്ക് ദ ലാഡർ ആൻഡ് ഗോ ടു ദാറ്റ് ജാക്ക് ട്രീ. ക്ലൈംബ് ആൻഡ് pick the ripe fruit. My children and I can have that. അപ്പോൾ അദ്ദേഹത്തിനോട് പറയണം, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ലാഡർ വെച്ചിട്ട് ആ ജാക്ക് ട്രീയിൽ ചെന്ന് ജാക്ക് ഫ്രൂട്ട് എടുത്തുകൊണ്ട് വരിക, ഞങ്ങൾക്ക് അത് കഴിക്കണം എന്ന് പറയുന്നു. പാർഡൺ മീ ബേർഡ്സ്, പാർഡൺ മീ സ്ക്വിറൽസ്. അപ്പം ഇദ്ദേഹം എന്ത് പറയാണ്, പക്ഷികളെ ക്ഷമിക്കൂ, അതുപോലെ അണ്ണാറക്കണ്ണന്മാരെ ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ആ ജാക്ക് ഫ്രൂട്ടിൻ്റെ അടുത്തേക്ക് പോന്നു. ചാൻഡിങ് സോ ഐ ക്ലൈംബ് ദ ജാക്ക് ട്രീ ആൻഡ് ബ്രോഡ് ഡൗൺ ദ റൈപ്പ് ഫ്രൂട്ട്. വൈഫ്, ചിൽഡ്രൻ ആൻഡ് ഐ കൺസ്യൂം ദ ഹണി സ്വീറ്റ് ജാക്ക് ഫ്രൂട്ട്. പ്രൈസ് ടു ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞുകൊണ്ട്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഹ്യൂമറിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഒരു ചക്കപ്പഴം പറിച്ചെടുക്കുന്നു, അവർ കഴിക്കുന്നു. എന്നിട്ട് പറയാണ്, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ജാക്ക് ഫ്രൂട്ടാണ്, ദൈവത്തിന് നന്ദി എന്ന് പറയുന്നു. ഷീ സേസ്, ഡോണ്ട് സിറ്റ് ഇൻ ഐഡിൽ തോട്ട്, look after our landed property. The welfare of the birds and animals will be looked after by the Creator. Listen, when I tried to burn the red ants which started to dig holes near the walls, you stopped me. Now they have entered our house. Wooden beams of this roof are eaten by termites. We have to kill termites and ants. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വൈഫ് പറയാണ്, ചുമ്മാ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് മടി പിടിച്ചിരിക്കാതെ നിങ്ങൾ ആ പറമ്പിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിച്ചെല്ലൂ. അതായത് ബേർഡ്സിൻ്റെയും അതുപോലെ ആനിമൽസിൻ്റെയൊക്കെ വെൽഫെയർ, അവരുടെയൊക്കെ കാര്യങ്ങൾ ദൈവം നോക്കിക്കോളും. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ ചുവന്ന ഉറുമ്പുകളുടെ കൂടുകൾ നശിപ്പിക്കാൻ നോക്കിയപ്പോൾ നിങ്ങൾ സമ്മതിച്ചില്ല. ആ ഉറുമ്പുകൾ ഹോളുണ്ടാക്കി വീട്ടിനകത്തേക്ക് കയറിയിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ചിതലുകൾ എന്ത് ചെയ്തു, ആ റൂഫിൻ്റെ വുഡനായിട്ടുള്ള പാർട്ടിൽ നിന്ന് ചിതലുകൾ അത് കഴിച്ച് നശിപ്പിക്കുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ ടെർമൈറ്റ്സിനെയും ആൻസിനെയൊക്കെ കൊന്നു കളയുക. ഐ വോണ്ട് കിൽ എനിത്തിങ്. ദോസ് ഹു ട്രബിൾ us ഷുഡ് ബി വൈപ്ഡ് ഔട്ട്. No, treat them with love. I feel like embracing this universe with love. അപ്പം അദ്ദേഹം പറയാണ്, ഞാനൊന്നിനെയും കൊല്ലില്ല. അപ്പോൾ വൈഫ് പറയാണ്, നമ്മളെ ഉപദ്രവിക്കുന്നവരെ നമ്മൾ കൊന്നു കളയണം. അപ്പോൾ അദ്ദേഹം പറയാണ്, അവരെ എല്ലാം സ്നേഹത്തോടെ നീ ട്രീറ്റ് ചെയ്യൂ. ഈ യൂണിവേഴ്സിനെ, ഈ പ്രപഞ്ചത്തെ തന്നെ സ്നേഹത്തോടെ ട്രീറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം പറയുന്നു. ഇഫ് സോ, reckon that the wife and children are also part of this cosmos. It's too narrow a thought. She replies offended, okay, then be broad-minded. Something happens that night. A trespassing into my home. After a good supper, we have all gone to bed. It is summer. I started reading. Cosmos broadened before me. Flies, beetles, cockroaches, crickets, fireflies, do all these reside in my home? Maybe they enter through the windows. Mosquitoes and bed bugs are permanent settlers. So, ആ രാത്രി ഒരു കാര്യം സംഭവിച്ചു.
അതായത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ആരൊക്കെയോ ട്രെസ്പാസ് ചെയ്ത് വന്നു എന്നാണ് പറയുന്നത്. ഒരു ഗുഡ് സപ്പറിന് ശേഷം അവരെല്ലാം ബെഡിലേക്ക് പോയി. അതൊരു സമ്മർ ടൈമായിരുന്നു. അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫ്ലൈസും ബീറ്റിൽസും കോക്രോച്ചസും ക്രിക്കറ്റ്സും ഫയർഫ്ലൈസിൻ്റെ ഒക്കെ ബഹളം പുറത്ത് കേൾക്കാൻ പറ്റുന്നുണ്ട്. അവരെല്ലാം ഈ വീട്ടിലാണോ താമസിക്കുന്നതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. ചിലപ്പോൾ അവർ വിൻഡോസിലൂടെ എൻ്റർ ചെയ്തതാവാം. മോസ്കിറ്റോസും ബെഡ് ബഗ്സും എല്ലാം പെർമനൻറ്റ് സെറ്റിലേഴ്സാണ് ആ വീട്ടിലെ. അതായത് കൊതുകുകളും അതുപോലെ ഈ വേറെ ചില കുഞ്ഞു കുഞ്ഞു ജീവികളുണ്ടല്ലോ, അപ്പം അതൊക്കെ ആ വീട്ടിൽ ഉണ്ടായിരുന്നു. കാരണം എല്ലാ ജീവജാലങ്ങളുടെ ഒരു സംഗമം, അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളും അവിടെ സ്റ്റേ ചെയ്യുന്നൊരു സ്ഥലമായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്. My wife and children are sweating. They need the breeze of the fan. I changed the position of the table fan so that my wife and children can have enough breeze. There is complete silence except the noise of the rotating fan. Silence has its own music. Lights are now switched off. There is a primordial darkness. Gradually, I drift off to sleep. അപ്പോൾ വൈഫും കുട്ടികളും എല്ലാം ഇപ്പോൾ ഇദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ ഇദ്ദേഹം നോക്കുമ്പോൾ വൈഫും കുട്ടികളും എല്ലാം വിയർക്കുന്നു. അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്യുന്നത്? അത് അവിടുത്തെ ടേബിൾ ഫാൻ അവരുടെ അടുത്തേക്ക് തിരിച്ചു വെക്കുന്നു. കാരണം അവർക്ക് കാറ്റ് കിട്ടി അവരുടെ വിയർപ്പ് മാറിക്കോട്ടെ, അവർ സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ തിരിച്ചു വെക്കുന്നു. കംപ്ലീറ്റ് സൈലൻസ് ആയിരുന്നു. അദ്ദേഹം ഇങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുൾ ഡാർക്ക്നെസ് ആയി. അപ്പോൾ അദ്ദേഹം മനസ്സിൽ ചിന്തിക്കുകയാണ്, പണ്ട് കാലത്തുണ്ടായിരുന്ന അതേ ഒരു പ്രൈമോഡിയൽ ഡാർക്ക്നെസ് ആണ് ഇപ്പോഴും ഉള്ളത് എന്ന് ഇങ്ങനെ അദ്ദേഹം ചിന്തിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പതിയെ ഉറങ്ങാനായിട്ട് പോകുന്നു. സഡൻലി ഐ ഫീൽ എ ഷാർപ്പ് പെയിൻ. എ ഫിയറി നീഡിൽ പെനിട്രേറ്റ്സ് മൈ ഫ്ലഷ്. Excruciating burning sensation. My eyes open. Light is switched on. I call my wife and she comes. സോ പെട്ടെന്ന് എന്തോ കടിച്ചതുപോലെ ഇദ്ദേഹത്തിന് തോന്നി. എന്തോ ഒരു സൂചി കൊണ്ട് കയറുന്ന പോലത്തെ ഒരു വേദന. പെട്ടെന്ന് ബേണിംഗ് സെൻസേഷനൊക്കെ അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. ഒരു പൊള്ളൽ പോലെയൊക്കെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നു. പെട്ടെന്ന് അദ്ദേഹം കണ്ണ് തുറന്നു, ലൈറ്റ് ഇടുന്നു, വൈഫിനെ വിളിക്കുന്നു. മൈ ഹാൻഡ് ഹേർട്സ്. വൈഫിനോട് പറയുന്നത് എന്താണ്? എൻ്റെ കയ്യിൽ എന്തോ കടിച്ചു, എൻ്റെ കൈ നോവുന്നു എന്ന് പറയുന്നു. സ്റ്റിങ് മാർക്സ് ലൈക്ക് ദ പ്രിക്സ് ഓഫ് എ നീഡിൽ. 2 റെഡ് മാർക്സ്. കം ഓൺ ഗെറ്റ് അപ്പ്. എന്നിട്ട് വൈഫിനോട് പറഞ്ഞു, 2 റെഡ് മാർക്കുകൾ എൻ്റെ കയ്യിലുണ്ട്, എന്തോ എന്നെ കടിച്ചു. ഷീ പിക്സ് അപ്പ് ആൻഡ് ഷേക്സ് എ പില്ലോ, ബെഡ് ആൻഡ് ദ കൊയർ മാറ്റ്. എ ബിഗ് സെൻറ്റിപ്പെറ്റ് അപ്പിയേഴ്സ്. അപ്പം അദ്ദേഹം വൈഫ് പെട്ടെന്ന് എഴുന്നേൽക്കുന്നു. അവിടെ എല്ലാം പില്ലോയും ബെഡും എല്ലാം ഇങ്ങനെ കുടഞ്ഞു നോക്കുന്നു. പെട്ടെന്നാണ് അവർ അതിനെ കാണുന്നത്. അതെന്തായിരുന്നു? ഇറ്റ് വാസ് എ സെൻറ്റിപ്പീഡ്, വിച്ച് മീൻസ് സെൻറ്റിപ്പീഡ് എന്ന് വെച്ചാൽ പഴുതാഴയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതൊരു പഴുതാഴയായിരുന്നു. ഓപ്പൺ ദ ഡോർ ആൻഡ് ത്രോ ഇറ്റ് ഔട്ട്. അപ്പം എന്താ പറയുന്നത്? ആ ഡോറ് തുറന്നിട്ട് അതിനെ പുറത്തേക്ക് കളയൂ എന്ന് പറയുന്നു. ബട്ട് ഷീ സ്ക്വീസസ് ദ പെസ്റ്റ് വിത്ത് എ ഷൂ ആൻഡ് ത്രോസ് ദ കോപ്സ് ഔട്ട്. പെട്ടെന്ന് അവൾ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? അവളെന്ന് പറയുന്നത് വൈഫാണ്. വൈഫ് എന്ത് ചെയ്തു? ഒരു ഷൂ എടുത്തു. Another disaster, she showed me 30 tender coconut fallen with big holes on one side. ആ സമയത്താണ് വൈഫ് മറ്റൊരു കാര്യം കാണിക്കുന്നത്. 30 ടെൻഡർ കോക്കനട്ട്സ് ഒരു സൈഡിൽ ഹോളുമായിട്ട് താഴെ കിടക്കുന്നു. ഷി ഡയഗ്നോസിസ്, ഇറ്റ് ഈസ് എ റാറ്റ്സ്, ബ്രിങ് സം റാറ്റ് പോയിസൺ, വി ക്യാൻ ട്രാപ്പ് റാറ്റ്സ് ആൻഡ് കിൽ ദം ഓൾസോ. ഈ സമയത്ത് വൈഫ് പറയുന്നത് എന്താണ്? അത് റാറ്റ്സ് ആണ്, നിങ്ങൾ കുറച്ച് എലിവിഷൻ കൊണ്ടുവരൂ, നമുക്കതിനെ കൊന്നുകളയാമെന്ന് പറയുന്നു. Is it right? Rats are also God's own creation. Rats, like other beings, have claims on earth, produce. But we have lost tender coconut fruits. Next day also they fall down. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, അത് ശരിയാണോ? കാരണം റാറ്റിനും ഈ ഭൂമിയിൽ അവകാശമില്ലേ? അവർക്കും ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തും ഉപയോഗിക്കാനുള്ള അവകാശം റാറ്റ്സിനും ഇല്ലേ? പക്ഷേ 30 ടെൻഡർ കോക്കനട്ട്സ് ആണ് ഇന്ന് പൊഴിഞ്ഞു വീണത്, നാളെ ബാക്കിയും പൊഴിഞ്ഞു വീഴും. Reminding to bring rat poison, she complains. 200 spiders, 50 cockroaches, 30 crickets, 5 centipedes, 7 beetles, 2000 ants, 500 termites. സോ വൈഫ് പറയാണ്, നിങ്ങൾ നാളെ റാറ്റ് പോയിസൺ വാങ്ങിച്ചുകൊണ്ട് വരണം. ഈ വീട്ടിൽ 200 സ്പൈഡർ ഉണ്ട്, 50 കോക്രോച്ചസ് മീൻസ് പാറ്റകൾ, 50 കോക്രോച്ചസ് ഉണ്ട്, 30 ക്രിക്കറ്റ്സ്, ചീവീടുകളുണ്ട്. അങ്ങനെ കുറേ മൃഗങ്ങളുടെ, കുറേ ജീവികളുടെ കാര്യം പറയണം. ഇത്രയും ജീവികൾ ഈ വീട്ടിലുണ്ട്, ഇതിനെയൊക്കെ കൊന്നു കളയണം. ഷീ ഹാഡ് ബീൻ സ്വീപ്പിംഗ് ദ ഹോം ഇൻ ടോട്ടോ. അപ്പം അവൾക്ക് എന്ത് വേണം? ഈ വീട് മുഴുവൻ സ്വീപ്പ് ചെയ്ത് വീട്ടിൽ മുഴുവൻ ഇങ്ങനെയുള്ള ജീവികളെല്ലാം ടെർമിനേറ്റ് ചെയ്യണം. വാട്ട് ഡിഡ് യു ഡു വിത്ത് ദം? ഐ ആം ക്യൂരിയസ് ടു ഫൈൻഡ് ഔട്ട്. കിൽഡ് ദം ഓൾ, ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദിസ് എർത്ത്. Have you forgotten the sting of centipede and the sharp pain? No, I remember. Then bring rat poison. അപ്പം നിനക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം? എന്തിനാണ് റാറ്റ് പോയിസൺ വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതിനെല്ലാം എനിക്ക് കൊന്നു കളയണം. കാരണം നിങ്ങളുടെ ഭൂമിയുടെ അവകാശികളെന്ന്. അപ്പം ഇദ്ദേഹം പറയണം, ഭൂമിയുടെ അവകാശികളാണ് ഇതൊക്കെ. അപ്പോൾ വൈഫ് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഇന്നലെ ആ പഴുതാര കടിച്ചത് ഓർമ്മയില്ലേ? അപ്പം
അദ്ദേഹം പറയാണ് ഓർമ്മയുണ്ട്, എങ്കിൽ പോയി റാറ്റ് പോയിസൺ കൊണ്ടുവരൂ, ഇതിനെയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഓടിക്കണം. ഫോർ ദി സർവൈവൽ ഓഫ് ഹ്യൂമൻ ബീങ്സ് റാറ്റ്സ് ഹാവ് ടു ബി ഡിസ്ട്രോയിഡ്. അപ്പോൾ ഹ്യൂമൻ ബീങ്സിൻ്റെ സർവൈവലിന് വേണ്ടി റാറ്റ്സിനെ ഡിസ്ട്രോയ് ചെയ്യണം. ക്യാൻ മാൻ ത്രൈവ് വിത്തൗട്ട് ഡിസ്ട്രോയിങ് എനി അതർ ലിവിങ് തിങ്? God has created billions of microbes. Medicines kill them. Is it justice? A new ideology is needed. Is life possible without killing others? Snakes kill and devour frogs. Snakes eat rats. Big fishes swallow small ones. Jackals catch and gulp down the fowls. Men eat fish, fowl and flesh. Bugs drink animal blood. Worms proliferate in bowels and body rexes. One lives by ruining another. Petty and pet roses are munched by pests. അപ്പം അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ ജീവികളെ ഡിസ്ട്രോയ് ചെയ്തിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ദൈവം മില്യൺസ് ഓഫ് മൈക്രോബ്സിനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് മെഡിസിൻസ്, ഇങ്ങനെയുള്ള പെസ്റ്റിസൈഡ്സ് അതിനെ കില്ല് ചെയ്യും. അത് ജസ്റ്റിസ് ആണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. സ്നേക്സ് ഫ്രോക്സിനെ കൊന്ന് ജീവിക്കുന്നു. സ്നേക്സ് റാറ്റിനെ കഴിക്കുന്നു. വലിയ ഫിഷസ് ചെറിയ ഫിഷിനെ കഴിക്കുന്നു. ജക്കോൾസ് എന്ത് ചെയ്യുന്നു, ഇതുപോലെ ഫൗൾസിനെയൊക്കെ ക്യാച്ച് ചെയ്ത് കഴിക്കുന്നു. മെൻ ഫിഷിനെ ഈറ്റ് ചെയ്യുന്നു. ഫൗൾസിനെയും ഒക്കെ മനുഷ്യൻ കഴിക്കുന്നു. അതായത് മൃഗങ്ങൾ കഴിക്കുന്ന പോലെ മനുഷ്യനും എന്ത് ചെയ്യുന്നു, മീറ്റ് കഴിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ ബഗ്സ് അനിമൽ ബ്ലഡ്, അത് കൊതുകിനെ പോലെയുള്ള ബഗ്സ് എന്ത് ചെയ്യുന്നു, അനിമൽ ബ്ലഡ് അത് ഡ്രിങ്ക് ചെയ്യുന്നു. ഈവൻ നമ്മുടെ ഉള്ളിൽ തന്നെ എന്തുണ്ട്, വിരകളുണ്ട് അല്ലേ. ശരിക്കും ഉള്ളിലെ വിരകളും നമ്മുടെ ബോഡിയിൽ തന്നെ വിരകൾ ജീവിക്കുന്നുണ്ട്. അപ്പം ഒന്നിനെ നശിപ്പിച്ചിട്ടായിരിക്കും ജീവിക്കുക. അപ്പം ഈവൻ നല്ല ഭംഗിയുള്ള റോസസിനെ പോലും പെസ്റ്റുകൾ നശിപ്പിക്കുന്നുണ്ട്. അപ്പം ഒന്നിനെ കൊന്നിട്ടാണ്, അല്ലെങ്കിൽ ഒന്നിനെ നശിപ്പിച്ചിട്ടാണ് ഈ ഭൂമിയിൽ ജീവിക്കുക. സോ ലൈഫ് ഓൺ എർത്ത് ഇസ് ആൻ എനിഗ്മ, നോട്ട് എ ഡിപ്പെൻഡബിൾ തിയോസഫി. ഓ ഗോഡ്, ഐ ആം ഇഗ്നറൻറ്റ്, റിവീൽ ടു മീ വാട്ട് ഇസ് റൈറ്റ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ മനസ്സിൽ പറയണം, ദൈവമേ ഞാനിപ്പോൾ കൊന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഞാൻ ഇക്കാര്യത്തിൽ ഇഗ്നറൻ്റ് ആണ്. കാരണം എനിക്കൊരു ജീവജാലത്തെ കൊല്ലാനായിട്ട് പറ്റുന്നില്ല. ഒരു ജീവജാലം മറ്റൊരു ജീവജാലത്തെ കൊന്നാണ് ജീവിക്കുന്നത്, പക്ഷെ കൊല്ലുന്നത് ശരിയാണോ? അപ്പോൾ ഇദ്ദേഹം ആകെ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ്. കം ഹിയർ. വാട്ട്? വൈ? I am going to the market with a friend. I shall collect the rat poison if you will give me money. ഈ സമയത്ത് വൈഫ് വിളിക്കുകയാണ്. വൈഫ് വിളിച്ചിട്ട് പറയുന്നു, കം ഹിയർ. വാട്ട്? വൈ? I am going to the market with a friend. I shall collect the rat poison if you will give me the money. അപ്പോൾ റാറ്റൻ്റെ വൈഫ് പറയാണ്, ഇങ്ങോട്ട് വരുമെന്ന് വിളിക്കുന്നു. അപ്പം റൈറ്റർ ചോദിക്കുന്നു, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, ഞാൻ മാർക്കറ്റിൽ പോണു, കാശ് തന്നു കഴിഞ്ഞാൽ ഞാൻ റാറ്റ് പോയിസൺ വാങ്ങിക്കാമെന്ന് പറയുന്നു. ഇപ്പം ഈ സമയത്ത് റൈറ്റർ പറയാണ്, ഐ ഹാവ് നോ മണി, എൻ്റെ കയ്യിൽ പൈസയില്ല. ഓക്കെ, ഐ വിൽ അവെയിൽ എ ലോൺ. അപ്പോൾ പെട്ടെന്ന് വൈഫ് പറയുന്നത് എന്താണ്, സാരമില്ല ഞാൻ ലോൺ എടുത്തോളാം എന്ന് പറയുന്നു. അതായത് നമ്മളൊരു സാധനം ഇങ്ങനെ കടം വാങ്ങിക്കില്ലേ, പിന്നെ പൈസ കൊടുക്കാമെന്നുള്ള രീതിയിൽ, അപ്പം അങ്ങനെ ചെയ്തോളാമെന്നാണ് വൈഫ് പറയുന്നത്. പ്രോബ്ലം ഇസ് സോൾവ്ഡ്. Forgive us, rats. God, the creator of all, pardon us. We are going to trap and kill rats. 900 coconuts a month, not a negligible loss. My family depends upon coconuts. Forgive us. ഈ സമയത്ത് നമ്മുടെ റൈറ്റർ പറയാണ്, അങ്ങനെ ആ പ്രോബ്ലം സോൾവ് ചെയ്തു. വിച്ച് മീൻസ് വൈഫ് എന്ത് വാങ്ങിച്ചു, റാറ്റ് പോയിസൺ വാങ്ങിച്ചു, റാറ്റിനെ കൊല്ലുന്നു. അപ്പോൾ റൈറ്റർ പറയാണ്, വി ആർ ഗോയിങ് ടു ട്രാപ്പ് ആൻഡ് കിൽ റാറ്റ്സ്. ഞങ്ങൾ റാറ്റിനെ കൊല്ലാൻ പോവാണ്. കാരണം ഈ കോക്കനട്ട്സൊക്കെ ശരിക്കും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് റാറ്റ്. അപ്പോൾ റാറ്റിനെ കൊന്നെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ കൊല്ലാൻ പോവാണ്. ഫോർഗീവ് us. കാരണം വൈഫിൻ്റെ വാശിക്ക് മുന്നിൽ നമ്മുടെ റൈറ്ററിന് ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നതുമില്ല. She came back after 2 hours with a big bottle of rat poison. The price of coconut has increased. It may be raised more. The vendor gave me a good amount as loan. She is overjoyed. ഈ സമയത്ത് റാറ്റ് പോയിസണുമായിട്ട് വൈഫ് വരുന്നു. അപ്പോൾ ഇത് കണ്ടു പറയാം, ബിഗ് ബോട്ടിൽ ഓഫ് റാറ്റ് പോയിസൺ, ഒരു വലിയ ബോട്ടിൽ നിറയെ റാറ്റ് പോയിസണാണ്. എന്നിട്ട് പറയുന്നത് എന്താണ്, കോക്കനട്ടിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു, ഇനിയും അത് ഇൻക്രീസ് ചെയ്യും, അതുകൊണ്ട് തന്നെ കുറച്ച് പൈസ ലോണായിട്ട് വെൻഡർ തന്നു എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ വരികയാണ്. വൈ ദ സ്മൈൽ? ഇസ് ഇറ്റ് ഫോർ ദ ഹൈക്ക് ഇൻ ദ കോക്കനട്ട് പ്രൈസ്? അപ്പോൾ ചോദിക്കുകയാണ്, എന്തിനാണ് ഇത്രയും സന്തോഷം, കാരണം കോക്കനട്ട് പ്രൈസ് കൂടിയത് കൊണ്ടാണോ എന്ന് റൈറ്റർ ചോദിക്കുന്നു. നോ, വിത്ത് മൈ ഫ്രണ്ട് ഐ വെൻറ്റ് ടു മെനി ഷോപ്സ് ബട്ട് റാറ്റ് പോയിസൺ ഇസ് നോട്ട് അവൈലബിൾ. ദോസ് അറ്റ് ദ ഷോപ്സ് ലോഫ്ഡ് അറ്റ് us. Government has banned the selling of rat poison as many used it for easy suicide. To buy poison,
സ്പെഷ്യൽ സാങ്ഷൻ ഇസ് നെസസറി. അപ്പോൾ ഇവർ പറയുന്നത് എന്താണ്, ഞാൻ പല ഷോപ്പിലും റാറ്റ് പോയ്സിന് വേണ്ടി കയറി ഇറങ്ങി, ഒരു ഷോപ്പിലും റാറ്റ് പോയ്സൺ ഉണ്ടായിരുന്നില്ല. ഷോപ്പ് കീപ്പേഴ്സൊക്കെ ഞങ്ങൾ നോക്കി ചിരിക്കുമായിരുന്നു. റീസൺ എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരും റാറ്റ് പോയ്സൺ വാങ്ങിച്ച് സൂയിസൈഡ് ചെയ്യുന്നു. അതുകൊണ്ട് സ്പെഷ്യൽ സാങ്ഷൻ ഇല്ലാണ്ട് തരില്ല എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കാണെന്ന് പറയുന്നു. ഇഡിയോട്ടിക് ഗവൺമെൻറ്. There are ropes and rail lines. Yet, how did you get it? Enough for 100,000 suicides? I got it through a friend. She got it for me from her husband's office. അപ്പോൾ ഈ ആൾക്കാർക്ക് അദ്ദേഹം തമാശ കലർന്ന രീതിയിൽ പറയാണ്, ഒരു മനുഷ്യന് മരിക്കാനായിട്ട് റോപ്പും അതുപോലെ റെയിൽവേ ലൈൻസും ഒക്കെയുണ്ട്, പിന്നെയാണോ ഈ റാറ്റ് പോയ്സൺ കഴിച്ച് മരിക്കേണ്ടത് എന്നിങ്ങനെ പറയുന്നു. കാരണം ഒരുപാട് വേസ് ഉണ്ട് എന്നുള്ള രീതിയിൽ വളരെ നർമ്മം കലർന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയാണ്. എവിടെ നിന്ന് കിട്ടി ഈ റാറ്റ് പോയ്സൺ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയുന്നത് എന്താണ്, എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാണ് കിട്ടിയത്, അവളുടെ ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് അവൾക്ക് കിട്ടി. വെരി ഗുഡ് ദെൻ യു ക്യാൻ കിൽ. അപ്പം കൊള്ളാം, നിനക്ക് എലികളെ കൊല്ലാം എന്ന് അദ്ദേഹം ഇങ്ങനെ നർമ്മം കലർന്ന രീതിയിൽ പറയുന്നു. ഡോണ്ട് സേ കില്ലിങ് ലൈക്ക് ദാറ്റ്. ഗോഡ് വിൽ സർട്ടൻലി അപ്രൂവ് ഓഫ് ഇറ്റ് ഇഫ് യു റൂട്ട് അവർ റാറ്റ്സ് ഫോർ സേവിങ് അവർ ഫുഡ്. അപ്പം നിങ്ങളിങ്ങനെ കൊല്ലുക എന്നുള്ള രീതിയിൽ പറയാതെ ദൈവം ശരിക്കും അത് അപ്രൂവ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ നമ്മുടെ ഫുഡിന് വേണ്ടിയിട്ടാണ് റാറ്റിനെ കൊല്ലുന്നത്. നൗ ലെറ്റ് God approve of it. Rats' delicacies were mixed with poison in many bowls and she placed at different sensitive corners. അപ്പോൾ ദൈവം അത് അംഗീകരിക്കട്ടെ എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് റാറ്റിന് കൊടുക്കാനുള്ള ഭക്ഷണത്തിൽ, ഡെലിക്കസീസ് മീൻസ് റാറ്റിന് ഇഷ്ടമുള്ള ഭക്ഷണത്തിൽ അവളിങ്ങനെ റാറ്റ് പോയ്സൺ മിക്സ് ചെയ്ത് പല കോർണേഴ്സിലായിട്ട് വെക്കുന്നു. സെൻസിറ്റീവ് കോർണേഴ്സ് മീൻസ് റാറ്റ് വരുന്ന കോർണേഴ്സ് ഉണ്ടല്ലോ, അവിടെയൊക്കെ വെക്കുന്നു. Within 4 or 5 days, 5 fowls, 12 squirrels, and about 200 rats and 1 cat died. At the various corners in our house roof, dead rats started decaying. The whole household was filled with a nasty smell. അങ്ങനെ 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഈ 5 കോഴികൾ കൂടി അത് കഴിച്ച് മരിച്ചു, 12 അണ്ണാന്മാരത് കഴിച്ച് മരിച്ചു, അതുപോലെ 200 റാറ്റുകൾ മരിക്കുന്നു, ഒരു ക്യാറ്റ് മരിക്കുന്നു എന്നൊക്കെ അദ്ദേഹം വളരെ അതിശയം കളന്ന രീതിയിൽ പറയുന്നു. എന്നിട്ട് പറയുന്നത് എന്താണ്, വീടിൻ്റെ പല കോർണേഴ്സിലും ഡെഡ് റാറ്റ്സ് ഇരുന്ന് അഴുകാൻ തുടങ്ങി. അതായത് ചത്ത് അതിങ്ങനെ ഇരിക്കുകയല്ലേ, അപ്പോൾ എവിടെയാണെന്ന് അറിയാൻ വയ്യ, അങ്ങനെ അതിൽ നിന്ന് അഴുകുന്ന ആ സ്മെല്ല് വരുന്നു. ബട്ട് ടെൻഡർ കോക്കനട്ട്സ് കീപ്പ് ഓൺ ഫോളിങ്. പക്ഷേ ആ കോക്കനട്ടിൻ്റെ ഫോളിങ്ങിന് നിർത്തില്ല. കാരണം കോക്കനട്ട് ഇങ്ങനെ വീണ്ടും റാറ്റ് ഇത്രയും ചത്ത് വീണിട്ടും കോക്കനട്ട് ഇപ്പോഴും ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ആഫ്റ്റർ 2 months the real thieves were found, bats. അങ്ങനെ 2 മാസം കഴിഞ്ഞ് യഥാർത്ഥ കള്ളൻ ആരാണെന്ന് പിടിക്കപ്പെട്ടു. ആരായിരുന്നു? ബാറ്റായിരുന്നു, വവ്വാലുകളായിരുന്നു. At nights bat come in battalions, clinching the tender fruits. They make long inroads and drink the juice, and they go back gratified. അങ്ങനെ രാത്രിയിൽ ബാറ്റ് വരുന്നു ബറ്റാലിയൻസ് ആയിട്ട്, അത് ടെൻഡർ കോക്കനട്ട് ഫ്രൂട്ട്സിനെ ക്ലിഞ്ച് ചെയ്യുന്നു, അതുപോലെ ജ്യൂസ് കുടിക്കുന്നു, അത് തിരിച്ചു പോകുന്നു. Several ways are tried to solve the bat problem. Coconut are covered with prickly and stinging creepers. Plosies and crackers are used during late evenings. Palm trees are beaten with reeds, stones and broken iron bottles for sound effect that drives off bat. Scarecrows with full-sleeved shirts have begun to appear on palm tops, but all this, even howling, wild roaring and throwing stones, fail to ward off the bat. When people sleep, bats come and drink coconut water. അപ്പോൾ അവർ ഈ കോക്കനട്ട് ഇങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കോക്കനട്ട് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ക്രാക്കേഴ്സൊക്കെ വാങ്ങിച്ച് വെക്കുന്നുണ്ടെന്ന് പറയുന്നു. പിന്നെ സൗണ്ട് ഉണ്ടാക്കുന്ന ബോട്ടിൽസ് സൗണ്ട് ഇഫക്റ്റ് ഉണ്ടാക്കുന്നു. എന്നിട്ടൊന്നും സ്കെയർ ക്രോസ്, അതായത് കോലം വെക്കുന്നു, ഫുൾ സ്ലീവ് ഷർട്ടൊക്കെ ഇട്ട കോലം വെക്കുന്നു. എന്നിട്ട് പോലും എന്തുണ്ടാവുന്നില്ല, ഈ ബാറ്റിൻ്റെ ശല്യം കുറയുന്നില്ല. ഓക്കെ, ആൾക്കാർ ഉറങ്ങിക്കഴിയുമ്പോൾ ബാറ്റ് വരുന്നു, കോക്കനട്ട് വാട്ടർ കുടിക്കുന്നു, അങ്ങനെ ഓരോ കരിക്കുകളും തറയെ വീണ് നശിച്ചു പോവാണ്. My wife and children pick the fallen fruits and arrange them in the form of shapely hillock, a literal tower of so many spoiled coconuts. If this goes on, my family will be led to poverty. Finally, it is decided that pistols and bullets are more reliable. അങ്ങനെ എന്താണ്, ഇത്രയും കോക്കനട്ട്സ് എല്ലാം ഇങ്ങനെ മറിഞ്ഞു വീഴുന്നു. അതെല്ലാം ഒരു ഹില്ല് പോലെ ആര് കൂട്ടി വയ്ക്കുന്നു? വൈഫും കുട്ടികളും കൂട്ടി വയ്ക്കുന്നു. കാരണം കാണിക്കാൻ വേണ്ടി, ഇത്രയും കോക്കനട്ട് പോയല്ലോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ
ഇദ്ദേഹം പറയാണ് അങ്ങനെ വലിയ പ്രതീക്ഷയോടെ വാങ്ങിച്ച കോക്കനട്ട് വിറ്റ് ജീവിക്കാമെന്ന് വിചാരിച്ച അദ്ദേഹത്തിന് ദാരിദ്ര്യത്തിലേക്ക് പോവുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു. അവസാനം പിസ്റ്റൾസും ചെറിയ ബുള്ളറ്റും പിസ്റ്റളും ഇദ്ദേഹം ഇതിനെ ഓടിക്കാൻ ഇതാണ് എളുപ്പ വഴിയെന്ന് കരുതി അത് വാങ്ങിക്കാനായിട്ട് പോവാണ്. മൈ വൈഫ് സേസ് മൈ മെറ്റേണൽ കസിൻ ഹാസ് എ ബിഗ് ഗൺ. ഐ വിൽ ബ്രിങ് him with his gun. Bullets will come out of his gun like unfolding of an umbrella. Forgive me, bats, forgive me. I have no share in the spilling of your blood. I am innocent. Fly away, bats, fly away. അപ്പം ഇദ്ദേഹം പറയുന്നത് എന്താണ്? അപ്പോൾ വൈഫ് പറയാണ് മെറ്റേണൽ കസിൻ്റെ കയ്യിൽ, അതായത് അമ്മാവൻ്റെ മകൻ്റെ കയ്യിൽ എന്തുണ്ടെന്ന് പറയുന്നു? ഒരു ഗണ്ണുണ്ട്. അപ്പം അവനോട് ഗണ്ണുമായിട്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വൈഫ് പറയാണ്. The cousin comes with a huge costly gun. Assessing the gravity of the situation, he declares the bats have to be shot, but not here. About 3,000 bats hang at the two peoples of a nearby temple. We can shoot down all of them. We need 2 or 3 days for this operation. അപ്പോൾ മെറ്റേണൽ കസിൻ വന്നിട്ട് പറയുന്നത് എന്താണ്? ശരിക്കും ഈ ബാറ്റ് നിൽക്കുന്നത് എവിടെയാണ്? ഒരു ടെമ്പിൾ ഗ്രൗണ്ടിലുള്ള 2 ആൽമരങ്ങളിലാണ്. പീപ്പിൾസ് മീൻസ് ആൽമരങ്ങൾ. അപ്പോൾ 2 ആൽമരങ്ങളിലാണ്. അപ്പോൾ നമുക്ക് 2-3 ദിവസം കൊണ്ട് ഇതിനെയൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന് ആ ഒരു കസിൻ വന്നിട്ട് പറയാണ്. Wife and her friend escorted the gunman, but they returned disappointed. She says, "We just managed to save our lives. The residents in the temple premises, about 300 of them, encircled us. They said if we attempted to kill the bats, they would tear us to pieces." പക്ഷേ വൈഫും അതുപോലെ വൈഫിൻ്റെ ഫ്രണ്ടും കൂടി ഗൺമാൻ്റെ കൂടെ പോയി. പക്ഷേ അവർ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് തിരിച്ചു വന്നത്, അതായത് നിരാശരായിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ വൈഫ് ഇദ്ദേഹത്തിനോട് പറയാണ്, ഞങ്ങൾ എങ്ങനെയെങ്കിലുമാണ് അവിടുന്ന് രക്ഷപ്പെട്ടത്. വി ജസ്റ്റ് മാനേജ് ടു സേവ് അവർ ലൈഫ്. ഞങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ തന്നെ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. കാരണം ദ റെസിഡൻസ് ഇൻ ദ ടെമ്പിൾ പ്രിമിസസ് മീൻസ് ആ ഒരു പരിസരത്തുള്ള ആൾക്കാർ, ആ ടെമ്പിളിൻ്റെ പരിസരത്തുള്ള ആൾക്കാർ 300ഓളം ആൾക്കാർ ഉണ്ടായിരുന്നു. They said that if we attempted to kill the bats, they would tear us to pieces. അവരെന്ത് പറഞ്ഞു? നിങ്ങൾ ഈ ബാറ്റ്സിനെ കൊല്ലാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പീസസ് ആക്കി മാറ്റും എന്ന് പറയുന്നു. ഇറ്റ് സീംസ് ബാറ്റ്സ് ആർ ദ സോഴ്സ് ഓഫ് ദ ഡിപ്പാർട്ടഡ് forefathers ഹാങ്ങിങ് ഓൺ പീപ്പിൾ ട്രീസ് ഷൂട്ടിംഗ് ദം ഇസ് സാക്രിലേജ്. അപ്പം അവർ പറഞ്ഞ എന്താണ്? ഈ പീപ്പിൾ ട്രീസിൽ ഹങ് ചെയ്തിരിക്കുന്ന ബാറ്റ്സ് ശരിക്കും ഞങ്ങളുടെ ഫോർഫാദേഴ്സിൻ്റെ, ഞങ്ങളുടെ പൂർവികരുടെ സോൾസ് ആണ്, ആത്മാക്കളാണ്. അവരെ ഷൂട്ട് ചെയ്താൽ അത് തെറ്റാണ്. അതുകൊണ്ടാണ് ഇവരെ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കാണ്ട് തടഞ്ഞു വെച്ചത്. ബാറ്റ്സ് ദ സോൾ ഓഫ് ദ ഡിപ്പാർട്ടഡ് ഫോർഫാദേഴ്സ്. വവ്വാലുകൾ എന്ന് പറയുന്നത് ആരാണെന്നാണ് പറയുന്നത്? മരിച്ചുപോയ ഫോർഫാദേഴ്സിൻ്റെ ആത്മാക്കളാണെന്ന്. ഐ ഹാവ് ടു സം അപ്പ്. ബാറ്റ്സ് ആർ നോട്ട് ദ സോൾസ് ഓഫ് എനിബഡീസ് പ്രെഡിസസേഴ്സ്. അപ്പം എനിക്കൊരു കാര്യം പറയണ്ട, ഞാൻ ഇത് സമ്മപ്പ് ചെയ്യുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ്. കാരണം ബാറ്റ്സ് എന്ന് പറയുന്നത് ആരുടെയും ആത്മാക്കളല്ല. ഫ്രം ബർത്ത് ഇറ്റ് സെൽഫ് ദേ ഫ്ലൈ അറൗണ്ട്. അവരുടെ ജന്മം മുതൽ തന്നെ അതിങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. ലെറ്റ് ദ കോക്കനട്ട്സ് ടെൻഡർ ഓർ റൈപ്പ് ബി ക്ലെയിംഡ് ബൈ ദം. കോക്കനട്ട് കരിക്കായിക്കോട്ടെ, ടെൻഡർ മീൻസ് കരിക്കായിക്കോട്ടെ, അതല്ലെങ്കിൽ വിളഞ്ഞതായിക്കോട്ടെ, അത് ക്ലെയിം ചെയ്യുന്നുമുണ്ട്. വി ക്യാൻ ടേക്ക് ദ റിമൈനിങ് വൺസ്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? ബാക്കി വരുന്നത് എടുക്കാം. ദ ബാറ്റ്സ് ക്ലെയിം ദ ടെൻഡർ ഫ്രൂട്ട്സ് ഓഫ് കോക്കനട്ട് ട്രീസ്. അങ്ങനെ ബാറ്റ്സ് ക്ലെയിം ചെയ്തോട്ടെ, ബാറ്റ്സ് പറഞ്ഞോട്ടെ ഈ ടെൻഡർ ഫ്രൂട്ട്സ് അവരുടേതാണെന്ന്, അതായത് ഈ കരിക്കെല്ലാം അവരുടേതാണ് എന്ന് ബാറ്റ്സ് പറഞ്ഞോട്ടെ. ദേ ആർ ഓൾസോ ദ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദിസ് എർത്ത്. അവരും ഈ ഭൂമിയുടെ അവകാശികളാണ്, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ അവർക്കും അവകാശമുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്റ്റോറി. വളരെ രസകരമായൊരു സ്റ്റോറിയാണ്. പറ്റുമെങ്കിൽ നിങ്ങളിതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഒന്ന് വായിച്ചു നോക്കുക. നല്ല ഹെൽപ്ഫുള്ളായിരിക്കും നിങ്ങൾക്ക്. പഠിക്കുമ്പോൾ മലയാളം ട്രാൻസ്ലേഷൻ കൂടി വായിക്കുമ്പോൾ കുറേയും കൂടി കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ലെസൺ വളരെ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്